കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധി ദിവ്യയുടെ കൂടെ ഹോസ്റ്റലിലേക്ക് ചെന്ന് അവിടെ റൂമെല്ലാം റെഡിയാക്കി താൻ പോയി സാധനങ്ങളെല്ലാം എടുത്തു വരാമെന്ന് പറഞ്ഞ് ഇറങ്ങുകയാ. പിന്നീട് അവൾ നേരെ ചെല്ലുന്നത് സുഭാഷിന്റെ പണി സൈറ്റിലേക്കാണ്. അവിടെ ജോലി ചെയ്യുന്ന സുഭാഷ് ഏട്ടനെ കണ്ട് അവന്റെ പണി തീരുന്നത് നോക്കി വെയിറ്റ് ചെയ്യുകയാ നിധി. അവളെ കാണുന്ന അവിനാശും നിധി ബഹൻ ഞാൻ ബയ്യയെ വിളിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും വേണ്ട, ജോലി നടക്കട്ടെ, ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് നിധി അവിടെ തന്നെ നിൽക്കുക. ജോലിക്കിടയിൽ അവളെ കാണുന്ന സുഭാഷ് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. മോളെ നിധി, എന്താ ഇവിടെ തന്നെ നിന്നു കളഞ്ഞ് വിളിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കേ. അല്ല, ജോലി ചെയ്യുകയല്ലായിരുന്നോ, അത് കഴിയട്ടെ എന്ന് കരുതി എന്ന് നിധി. അത് കഴിയുന്നത് വരെ നിന്നാ നീ എത്ര നേരം നിൽക്കും, ഒന്നും വിളിക്കായിരുന്നില്ലേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. അധികം നേരമൊന്നും ആയില്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ എന്ന് നിധിയും. ഞാനേ ചെയർ എടുക്കാൻ പറയാമെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. അതൊന്നും വേണ്ടാന്ന് നിധിയും. എന്നാ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്നവൻ ചോദിക്കേ. ഒന്നും വേണ്ട എന്ന് നിധിയും. അവിനാശെ, നീ പോയി ജ്യൂസ് വാങ്ങിക്കൊണ്ട് വാ എന്ന് പറഞ്ഞ് അവിനാശിനെ പറഞ്ഞു വിടുകയാ സുഭാഷ്. സുഭാഷ് ടെൻഷനോടെ നിധിയോടായി പറയുന്നുണ്ട്. മോളെ, ഇന്നലെ നടന്നതൊന്നും നടക്കാൻ പാടില്ലായിരുന്നു. ഇന്ന് മുഴുവൻ ഞാൻ ആലോചിച്ചിരിക്കായിരുന്നു. സുധീഷ് ചെയ്ത തെറ്റിന് നിന്നോട് എത്ര തവണ മാപ്പ് ചോദിച്ചാലും മതിയാവില്ലെന്നറിയാം. ഞങ്ങൾ വീട്ടിലുണ്ടായിട്ടും അത് നടന്നല്ലോ എന്നോർക്കുമ്പോ സോറി മോളെ എന്നവൻ പറയേ. അത് വിട്ടേക്ക് സുഭാഷ് ഏട്ടാ, എത്ര തവണ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ സോറി പറയും. ഞാൻ വേറൊരു വിഷയം പറയാനാ വന്നത്. വിഷമമൊന്നും തോന്നരുത്, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നും പറയരുത് എന്നൊക്കെ അവൾ പറയേ. എന്താ മോളെ, നീ കാര്യം പറയുന്ന സുഭാഷും. ഞാൻ ആ വീട്ടിൽ നിന്ന് പോവാണെന്ന് നിധി പറയേ. ഒരു ഞെട്ടലോടെ. അല്ല, പോവാണെന്ന് പറയുമ്പോ എന്ന് സുഭാഷും. ഒരു ഹോസ്റ്റലിൽ അഡ്മിഷൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടേക്ക് മാറാന്നോ വിചാരിക്കുന്നത് എന്നവൾ പറയേ. ഹോസ്റ്റലോ? എന്താ മോളെ ഈ പറയുന്നത്? അവൻ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റൊക്കെയാ. പക്ഷേ എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ദിവ്യ എവിടെയാ താമസിക്കുന്നത്. ഞാൻ അവളുടെ കൂടെ അവിടെ പോയിരുന്നു, എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ടാ പോന്നത്. അവിടേക്ക് മാറുന്നതാ ശരിയെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇനിയും അവിടെ ആ വീട്ടിൽ താമസിക്കാൻ എനിക്ക് സുഭാഷ് ഏട്ടൻ പൊറുക്കണം എന്ന് പറയേ. മോളെ നിധി എന്ന് വിളിക്കുന്നുണ്ട് സുഭാഷ്. എന്നോട് പോവരുതെന്ന് മാത്രം പറയരുത് പ്ലീസ്. എന്റെ എല്ലാ തീരുമാനങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ, ഈ തീരുമാനത്തെയും സപ്പോർട്ട് ചെയ്യണം. ഇത് വീട്ടിൽ വേറെ ആരോടും ആവശ്യപ്പെടാൻ എനിക്ക് പറ്റില്ല, അതാ ഇങ്ങോട്ട് തന്നെ വന്നത്. ഇനിയും എനിക്കത് പറ്റില്ല, പ്ലീസ് സുഭാഷ് ഏട്ടാ എന്നവൾ പറയേ. അല്ല, പോവുമെന്ന് ഉറപ്പിച്ചു അല്ലേ എന്നവൻ ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. അതെ സുഭാഷ് ഏട്ടാ, എന്നെ അനുവദിക്കണമെന്ന് നിധി പറയേ. മോളെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് സുഭാഷ് പറഞ്ഞു തുടങ്ങുന്നുണ്ടെങ്കിലും പ്ലീസ് പോവരുതെന്ന് പറയരുത്. എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ആ ഹോസ്റ്റൽ നല്ല സ്ഥലമാ, ഞാൻ അന്വേഷിച്ചു. നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരവുമില്ല. എപ്പോ വേണേലും എന്നെ വന്ന് കാണാലോ, ഞാനും നിങ്ങളെയൊക്കെ വന്ന് കാണാം പ്ലീസ് എന്നവൾ പറയേ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് സുഭാഷ് ആ പണി നടക്കുന്ന വീടിനകത്തേക്ക് കയറിപ്പോയി. ആരും കാണാതെ സങ്കടം അടക്കാൻ കഴിയാതെ കരയുകയാ. പിന്നീട് അവൻ തന്റെ കണ്ണുനീരെല്ലാം തുടച്ച് നിധിയുടെ അരികിലേക്ക് വന്ന്, ശരി, നിനക്ക് തോന്നുന്ന പോലെ നീ ചെയ്യുമോളെ. നീ എന്തായാലും തനിയെ പോണ്ട, ഞാൻ കൊണ്ടുവിടാം എന്നവൾ പറയേ. സുഭാഷ് ഏട്ടൻ എന്തായാലും വേണം, അവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഗാർഡിയനായിട്ട് ആരെങ്കിലും വേണം. സുഭാഷ് ഏട്ടൻ തന്നെ വന്ന് ഒപ്പിടണം എന്നവൾ പറയേ. അത് സമ്മതിച്ച് ഞാൻ വരാമെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും അവിനാശ് ജ്യൂസുമായി വരികയാ. അത് കുടിക്കുമോളെ എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. നിധി ആ ജ്യൂസ് വാങ്ങിക്കുകയാ. കുടിക്കുമോളെ എന്ന് അവൻ വീണ്ടും പറയേ. സുഭാഷ് ഏട്ടൻ എന്റെ തീരുമാനത്തെ തെറ്റായി എടുത്തിട്ടില്ലല്ലോ എന്നവൾ വീണ്ടും ടെൻഷനോടെ ചോദിക്കേ. ഏയ്, നിനക്ക് തോന്നിയതുപോലെ നീ ചെയ്യേ, എന്റെ സപ്പോർട്ട് നിനക്ക് എന്നും ഉണ്ടാവും കുടിക്കുന്ന അവൻ പറയേ. നിധി ആ ജ്യൂസ് കുടിക്കുകയാ. രാത്രി ഉമ്മറത്തെ കട്ടിലിൽ അച്ഛൻ ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് ഹരീഷിന്റെ കൂടെ അവന്റെ ബൈക്കിൽ സുധീഷ് അങ്ങോട്ട് വരുന്നത്. അവർ തളത്തിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ആകെ ടെൻഷനോടെ ഇരിക്കുകയാണ് സുഭാഷ് ഏട്ടനും നികേഷും. നികേഷിന്റെ ഇരിപ്പ് കണ്ട് എന്താടാ നികേഷ് ഉണ്ടായത്, എന്താടാ നീ ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് സുധീഷ് ചോദിക്കേ. അവൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് സുധീഷിന്റെ കോളറിനിട്ട് പിടിച്ച് സന്തോഷമായില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിക്കേ. നികേഷേ എന്താടാ എന്ന് ഹരീഷും ചോദിക്കുക. ഏടത്തി ഈ വീട് വിട്ടു പോകുന്നു എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ സുധീഷും ഒരു ഞെട്ടലോടെ നിൽക്കുകയാ. വീട് വിട്ടു പോവാനോ, എങ്ങോട്ട് പോണോ എന്ന് പരിഭ്രമത്തോടെ ഹരീഷും ചോദിക്കേ. അവൾക്കൊരു ഹോസ്റ്റൽ റെഡി ആയിട്ടുണ്ട്, കൂടെ ജോലി ചെയ്യുന്ന കുട്ടി ഹോസ്റ്റലിലാ താമസിക്കുന്നത്. നിധി അങ്ങോട്ട് പോവാന്ന് പറഞ്ഞെന്ന് സുഭാഷ് ഏട്ടനും പറയേ. ഇപ്പൊ സമാധാനമായോ? ഏടത്തി സ്വസ്ഥമായിട്ട് ഇവിടെ കഴിഞ്ഞിരുന്നതല്ലേ, ആ സ്വസ്ഥത കളഞ്ഞപ്പോ സന്തോഷമായോ നിങ്ങൾക്ക് എന്ന് നികേഷ് ദേഷ്യത്തോടെ സുധീഷ് ഏട്ടനോടായി ചോദിക്കേ. എടാ ഞാൻ എന്ന് സങ്കടത്തോടെ പറയുന്നുണ്ട് സുധീഷ്. അവൻ സുഭാഷിന്റെ അരികിലേക്ക് ചെന്ന്, സുഭാഷ് ഏട്ടാ എന്താ ഏട്ടാ ഇത്, ഏട്ടാ അവള് പോവെന്ന് നിങ്ങൾ എത്ര നിസ്സാരമായിട്ടാ പറയുന്നത്. സുഭാഷ് ഏട്ടാ പോവണ്ടെന്ന് പറയായിരുന്നില്ലേ എന്ന് സുധീഷ് ചോദിക്കേ. വേണ്ടെന്ന് ഞാൻ എന്ത് മുഖം വെച്ചാടാ അവളോട് പറയാൻ പോകുന്നേ. ഇത്രയും നാളും നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാ അവളിടെ കഴിഞ്ഞുകൂടിയത്, ഇനിയും അത് പറയാൻ എനിക്ക് എന്ത് ഉറപ്പുള്ളത് എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും തന്റെ സാധനങ്ങളെല്ലാം ഒരു ബാഗിലാക്കി തളത്തിലേക്ക് വരുന്നുണ്ട്. അവൾ സുഭാഷിന്റെ അരിയിലേക്ക് ചെന്ന്, സുഭാഷ് ഏട്ടാ ഞാൻ പോവുക എന്ന് പറയേ. നികേഷും പറയുന്നുണ്ട്. ഏട്ടത്തി പ്ലീസ്, നടന്നത് വലിയ തെറ്റ് തന്നെയാ, സോറി, പക്ഷേ വീട് വിട്ട് പോവല്ലേ ഏടത്തി പ്ലീസ് എന്ന് പറഞ്ഞ് അവൻ കൈ കൂപ്പുകയാ. അത് കണ്ട് നിധിയും, നികേഷേ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, കാരണം എനിക്കും വിഷമമാവും, നീയൊന്ന് മനസ്സിലാക്ക് പ്ലീസ്. നീ എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ നിൽക്കാൻ പോകുന്നില്ല, നിനക്ക് എപ്പോ വേണേലും എന്നെ കാണാൻ വരാം, ഞാനും ഇടയ്ക്ക് വന്ന് കണ്ടോളാം, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളാം, പ്ലീസ് പോവല്ലേ എന്ന് മാത്രം
പറയരുത് എന്നവൾ പറയേ എടുത്തിയെന്ന് നികേഷ് എന്തോ പറയാനായി വിളിക്കുന്നുണ്ടെങ്കിലും നികേഷെ ഇങ്ങോട്ട് വായെന്ന് പറഞ്ഞ സുഭാഷ് നികേഷിനെ തന്റെ അരികിലേക്ക് വിളിക്കുക. അവന്റെ അരികിലേക്ക് ചെന്ന് സുഭാഷ് ഏട്ടൻ എന്താ ഇങ്ങനെ എന്ന് നികേഷ് ചോദിക്കെ എടാ തടസ്സം നിൽക്കരുതെന്നല്ലേ പറഞ്ഞത്. ആ കുട്ടി പോട്ടെ, ഇത്രയും നാളും ഒരു പെൺകുട്ടിയെ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കാൻ എന്ത് യോഗ്യതയാ നമുക്കുള്ളത്? അവള് പോട്ടെ, നീയൊന്ന് ചുമ്മാതിരിക്കെ. ദേ കരഞ്ഞും തടസ്സം പറഞ്ഞും പോവാൻ നേരത്ത് അവളെ വിഷമിപ്പിക്കരുത് എന്ന് സുഭാഷ് പറഞ്ഞു നിർത്തെ സുധീഷും നിധിയുടെ അരികിലേക്ക് ചെന്ന് നിധി സോറി, ഞാൻ ചെയ്തത് തെറ്റാ, സോറി. അതിനെ വീട് വിട്ട് പോവാൻ തീരുമാനിച്ചാ? വേണ്ട നിധി, ഇവിടം വിട്ട് പോണ്ട നിധി, ഇവിടെ തന്നെ കഴിഞ്ഞോ. ഞാൻ വേണമെങ്കിൽ പോയിക്കോളാം. അതെ ഞാനാണ് പോവേണ്ടത്. ഞാൻ ചെയ്ത തെറ്റിനെ നിധി എന്തിനാ പോകുന്നേ? നിധി പ്ലീസ് എന്നവൻ പറയേ. മതി, ഈ ഡ്രാമ ഇനി എന്റെ അടുത്ത് വേണ്ട. ഞാൻ പോവാൻ തീരുമാനിച്ചതാ. ഈ സമയമെങ്കിലും എന്നെ സ്വസ്ഥമായിട്ട് പോവാൻ അനുവദിക്കണം എന്നവൾ ദേഷ്യത്തോടെ പറയേ. നിധി സോറി നിധി, ഇനി ഇങ്ങനൊരു തെറ്റ് ഞാൻ ചെയ്യില്ല എന്ന് കരച്ചിലോടെ കൈകൂപ്പി സുധീഷ് പറയുന്നുണ്ട്. ദേഷ്യത്തോടെ നിൽപ്പാൻ നിധിയും. നിധി എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, മാപ്പാക്കണം. ഞാൻ കാല് പിടിച്ച് മാപ്പ് പറയാനും തയ്യാറാ. ദയവ് ചെയ്ത് പോവല്ലേ നിധി എന്നവൻ സങ്കടത്തോടെ പറയേ. സുധീഷേ വേണ്ട എന്ന് സുഭാഷ് അവനെ തടയുന്നുണ്ട്. അവൻ സുഭാഷേട്ടന്റെ അരികിലേക്ക് ചെന്ന് സുഭാഷേട്ടൻ എന്താ ഇങ്ങനെ? അവള് പോവാൻ നിൽക്കുമ്പോ സുഭാഷേട്ടൻ ഒപ്പം നിൽക്കുവാണോ? നികേഷിനെ വരെ സുഭാഷേട്ടൻ വിലക്കി. സുഭാഷേട്ട അവളോട് പോവണ്ടെന്നൊന്ന് പറ സുഭാഷേട്ട. സുഭാഷേട്ട പ്ലീസ് പറ എന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും സുഭാഷ് ഒന്നും മിണ്ടാതെ അതേ നിൽപ്പ് തന്നെയാ. സുധീഷ് വീണ്ടും നിധിയുടെ അരികിലേക്ക് ചെന്ന് നിധി പ്ലീസ് നിധി പോവല്ലേ നിധി പ്ലീസ് എന്ന് പറയുമ്പോഴേക്കും നിധി പോവാൻ തുടങ്ങുകയാ. സുഭാഷ് അപ്പോഴേക്കും അവളോടായി നിധി നിക്ക് ഞാനും കൂടി വരാമെന്ന് പറയുന്നുണ്ട്. സുഭാഷ് ഡ്രസ്സ് മാറാനായി പോകുമ്പോഴേക്കും ഹരീഷേ നീയെങ്കിലും ഒന്ന് പറ നിധിയോട് പോവണ്ടെന്ന്. നികേഷേ മോനെ ഒന്ന് പറയടാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് സുധീഷ് ഓടിച്ചെന്ന് അവളുടെ ബാഗ് പിടിച്ചെടുത്ത് നിധി പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, പോവണ്ടെന്ന് ഞാൻ പറയുന്നത് കേൾക്ക് എന്നൊക്കെ അവൻ പറയേ. നിധി ബലമായി അവന്റെ കയ്യിൽ നിന്ന് ബാഗ് പിടിച്ചു വാങ്ങുകയാ. ഡ്രസ്സ് മാറി സുഭാഷേട്ടനും അപ്പോഴേക്കും അങ്ങോട്ട് എത്തുന്നുണ്ട്. നിധി സുധീഷിനോടായി പറയുക ഇതുവരെയുള്ള ഡ്രാമയൊക്കെ മതി, പ്ലീസ് നിധി എന്ന് പറഞ്ഞ് സുധീഷ് കൈകൂപ്പുന്നുണ്ടെങ്കിലും നിധി വാ മോളെ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിച്ച് അവളെയും കൊണ്ട് ഇറങ്ങുകയാ സുഭാഷേട്ടനും. ഉമ്മറത്തെ തൂണും ചാരി ടെൻഷനോടെ നിൽക്കുന്ന അച്ഛനോടായി പോവാ എന്ന് നിധി പറയെ. അദ്ദേഹം അത് സമ്മതിക്കുന്നുണ്ട്. മോളെ പുറത്തിറങ്ങിയിട്ട് നമുക്കൊരു ഓട്ടോ വിളിക്കാം എന്ന് പറഞ്ഞ് സുഭാഷ് ഇറങ്ങിയ നിധിയും അവന്റെ പിറകെ പോവുകയാണ്. വിഷമത്തോടെ കണ്ണു നിറഞ്ഞ് അവൾ പോകുന്നത് നോക്കി നിൽപ്പാ സുധീഷും ഹരീഷും നികേഷും അച്ഛനുമെല്ലാം. പിന്നീട് ഒരു ഓട്ടോയിൽ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നിധിയും സുഭാഷ് ഏട്ടനും. പരസ്പരം ഒന്നും മിണ്ടാനാവാതെ സങ്കടത്തോടെ ഇരിപ്പാ രണ്ടുപേരും. നിധിയുടെ മനസ്സിലേക്ക് സുധീഷും ഒന്നിച്ചുള്ള കാറിലെ യാത്രകളും സർട്ടിഫിക്കറ്റ് റെഡിയാക്കി കൊടുത്തതുമെല്ലാം കടന്നു വരികയാണ്. സങ്കടത്തോടെ ഒന്നും സംസാരിക്കാനാവാതെ പുറത്തേക്ക് നോക്കിയിരിപ്പാ സുഭാഷ് ഏട്ടനും. അവിടെ കിളിക്കൂടിൽ ഉമ്മറത്തെ പടിക്കെട്ടിലിരുന്ന് സങ്കടത്തോടെ പൊട്ടിക്കരയുക നികേഷ്. ഹരീഷും ടെൻഷനോടെ മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാ. ആകെ തകർന്ന അവസ്ഥയിൽ സുധീഷും അവിടെ ഇരിപ്പുണ്ട്. അവരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അച്ഛനും ടെൻഷനോടെ ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന നികേഷിനെ ഹരീഷ് ചെന്ന് ആശ്വസിപ്പിക്കുകയാ. ഡാ കരയല്ലടാ എന്ന് ഹരീഷ് പറയേ. എന്നാലും ഇത്ര പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചില്ല ഹരീഷ് ഏട്ടാ എന്ന് പറഞ്ഞവൻ ഹരീഷിന്റെ മടിയിലേക്ക് വീണ് പൊട്ടിക്കര. നീ വന്നേ വാ, എന്താടാ കൊച്ചു പിള്ളേരെ പോലെ എന്ന് പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോവുകയാ ഹരീഷ്. ഉമ്മറത്തു നിന്ന് ബീഡി വലിക്കാൻ തുടങ്ങുന്ന അച്ഛനെ ദേഷ്യത്തോടെ നോക്കിയിരിപ്പാ സുധീഷും. ദേഷ്യം സഹിക്കാനാവാതെ അവൻ അച്ഛന്റെ അരികിലേക്ക് എഴുന്നേറ്റ് ചെന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ ബീഡി എടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് നിങ്ങളാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റ ഒരുത്തനാ എന്നവൻ ദേഷ്യത്തോടെ പറയേ. വീണ്ടും നീ എന്താ പറയുന്നത്? ഞാൻ അതിനെന്ത് തെറ്റാ ചെയ്തതെന്ന് അച്ഛനും. ഓ ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നായോ? ദേ ഇപ്പൊ പോയില്ല അവള്, എന്നെ വേണ്ടെന്നും പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോയപ്പോ നിങ്ങൾക്കൊക്കെ സമാധാനമായല്ലോ. അവൾ അവളുടെ പാട്ടിന് ഈ വീട്ടിൽ എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകുമായിരുന്നല്ലോ. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചാലും നിങ്ങൾക്ക് എന്തായിരുന്നു പ്രശ്നം? അതും ഇതും പറഞ്ഞ് പിരികേറ്റി എന്നെ ഓരോന്നൊക്കെ ചെയ്യിച്ചിട്ട് ഇപ്പൊ അവസാനം എല്ലാം തുളച്ചപ്പോ തൃപ്തിയായല്ലോ നിങ്ങൾക്ക് എന്നവൻ ദേഷ്യത്തോടെ പറയേ. നീ എന്താ ഈ പറയുന്നത്? അവൾ ഇറങ്ങിപ്പോയത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാടാ. അതിനെന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അച്ഛനും. എന്റെ കയ്യിലിരിപ്പല്ലേ എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കേ. സ്ത്രീകളുമായി ഇടപെടുന്നതിന് മുന്നേ ആദ്യം അവരുടെ മനസ്സ് പഠിക്കണം. അതിന് നിനക്കറിയില്ലെങ്കിലേ അത് നിന്റെ കഴിവുകേടാടാ എന്ന് അച്ഛൻ പറയേ ദേഷ്യത്തോടെ. ഇത്രയും കൊണ്ട് എത്തിച്ചിട്ടിപ്പോ തത്വം പറയാൻ നിൽക്കണോ ഞാനിന്ന് എന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. ഒരു മരക്കഷ്ണം എടുത്തുകൊണ്ടുവന്ന് അച്ഛനെ അടിക്കാനായി ഓങ്ങുമ്പോഴേക്കും ഹരീഷ് വന്നവനെ പിടിച്ചു നിർത്തുകയാ. അത് കണ്ട് അച്ഛനും വന്ന് തല്ലിക്കൊല്ലടാ, ഡാ വന്ന് അവൻ എന്നെ തല്ലിക്കൊല്ലട്ടടാ, എന്നിട്ട് അടുത്ത 10-15 വർഷം ജയിലിൽ പോയി കിടക്കട്ടെ എന്നച്ഛൻ വിളിച്ചു പറയാ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ഹരീഷും വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ പോയവരൊക്കെ തിരിച്ചു വരുമല്ലോ എന്ന് അച്ഛനും. ഇയാൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചാ എന്ന് ഹരീഷ് ചോദിക്കേ. സുധീഷും തന്റെ കയ്യിലുള്ള ആ വടി മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ് ആ പടിക്കെട്ടിലേക്കിരുന്ന് സങ്കടത്തോടെ പൊട്ടിക്കരയാൻ തുടങ്ങുകയാ. കരച്ചിലിനിടയിൽ അവൻ പറയുന്നുണ്ട്, പോയി, എല്ലാം പോയി, എന്റെ ലൈഫ് മൊത്തം പോയി. ഇത്രയുണ്ടായിരുന്നു അല്ലേ എല്ലാം? തീർന്നടാ, എല്ലാം തീർന്നു. എന്റെ കല്യാണം, അവൾ ഈ വീട്ടിൽ നമ്മളോടൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കാലം എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞവൻ പൊട്ടിക്കരയുകയാണ്.
പിന്നീട് അവൻ ഹരീഷിനോടായി പറയുന്നുണ്ട്, എടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലടാ. അത് കേൾക്കെ ഹരീഷും അവന്റെ അരികിലേക്ക് ഇരുന്ന്, സുധീഷ് ഏട്ടാ വാ വന്നേ പ്ലീസ് വന്നേ എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാ. അകത്തേക്ക് പോകുന്നതിനിടയിലും നിങ്ങൾ ഒറ്റ ഒരുത്തനാ എന്ന് അച്ഛനെ നോക്കിക്കൊണ്ട് സുധീഷ് സങ്കടത്തോടെ പറയുകയാണ്. താളത്തിലെത്തിയവൻ ഹരീഷിന്റെ പിടിപിടി വെച്ച് തന്റെ റൂമിലേക്കായി പോവുകയാണ്. സുഭാഷ് നിധിയും അപ്പോഴേക്കും ഹോസ്റ്റലിലെത്തിയിരുന്നു. അവരെ കണ്ട് അങ്ങോട്ട് ഇറങ്ങി വന്ന ദിവ്യയെ നിധി സുഭാഷേട്ടന് പരിചയപ്പെടുത്തുന്നുണ്ട്. സുഭാഷേട്ടാ ഇത് ദിവ്യ, എന്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാന്ന് പറഞ്ഞ് ദിവ്യയ്ക്കും സുഭാഷ് ഏട്ടനെ പരിചയപ്പെടുത്തുന്നുണ്ട്. മോളെ ഹോസ്റ്റലൊക്കെ ഇഷ്ടായോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ ഓക്കെ ആണെന്ന് നിധി പറയുന്നുണ്ട്. റൂമൊക്കെയോ എന്നവൻ ചോദിക്കേ ഹോസ്റ്റലല്ലേ, അവിടെ ചില രീതികളൊക്കെ ഇല്ലേ എന്ന് നിധിയും. നമ്മുടെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്തതല്ലേ, പിന്നെ ഇവിടെയും പറ്റുമെന്ന് സുഭാഷ് ഏട്ടൻ പറയാം. ഞാൻ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയല്ലായിരുന്നു സുഭാഷ് ഏട്ടാ എന്ന് നിധിയും. അറിയാം, ഇനിയിപ്പോ അത് പറയണ്ട, എന്തായാലും ഇതാണല്ലോ നിന്റെ തീരുമാനം എന്നവൻ പറയേ അതെ സുഭാഷ് ഏട്ടാ എന്ന് നിധി പറയുമ്പോഴേക്കും നമുക്ക് വാർഡനെ കാണാൻ പോയാലോ എന്ന് ചോദിച്ച് ദിവ്യ അവരെയും കൂട്ടിക്കൊണ്ട് വാർഡന്റെ അരിയിലേക്ക് പോവുകയാണ്. വാർഡന്റെ അടുത്തേക്ക് ചെന്ന് മാഡം ദാ അവരെത്തിന്ന് ദിവ്യ പറയേ വരൂ എന്ന് മാഡവും വിളിക്കുന്നുണ്ട്. സുഭാഷ് അങ്ങോട്ട് കയറി ചെന്ന് നമസ്കാരം പറയുമ്പോഴേക്കും നമസ്കാരം, നിങ്ങൾ ഈ കുട്ടിയുടെ ആരാ എന്ന് വാർഡൻ ചോദിക്കുന്നുണ്ട്. ചേട്ടനാ എന്ന് സുഭാഷ് പറയേ ലോക്കൽ ഗാർഡിയന്റെ സ്ഥാനത്ത് നിങ്ങളാണോ എന്ന് വാർഡൻ ചോദിക്കുന്നുണ്ട്. അതെ എന്ന് നിധി പറയേ നിങ്ങളുടെ ID പ്രൂഫ് ഒന്ന് വേണമെന്ന് മാഡവും. ആധാർ കാർഡ് തരാമെന്ന് പറയാ സുഭാഷ് തന്റെ പോക്കറ്റിൽ നിന്ന് ആധാർ കാർഡ് എടുത്തു കൊടുക്കുകയാണ്. അവരൊരു ഫോം എടുത്തു കൊടുത്ത് അത് ഫില്ല് ചെയ്യാനായി പറയുമ്പോഴേക്കും മലയാളത്തിൽ പോരെ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. മതിയെന്നവർ പറയേ സുഭാഷ് അത് ഫിൽ ചെയ്യുകയാ. ടെൻഷനോടെ സുഭാഷ് ഏട്ടനെ നോക്കി നിൽക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിധി ഇല്ലാത്ത കിളിക്കൂടിലെ സങ്കടങ്ങളാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.